ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിൽ നോമ്പ് തുറക്ക് വന്നേക്കുവാണേ. എനിക്കിപ്പോൾ വർക്കുള്ളതുകൊണ്ട് തന്നെ ടൈമിൽ എനിക്ക് എത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോമ്പൊക്കെ തുറന്നോളൂ, ഞാൻ അവിടെ എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെന്നപ്പോൾ തന്നെ അവൾ എനിക്ക് ഡ്രിങ്ക് കുടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് ഓടിപ്പിടിച്ച് വന്നതുകൊണ്ട് തന്നെ ഭയങ്കര ദാഹമായിരുന്നു. അപ്പം ഞാൻ ചെല്ലനേക്ക് മുമ്പ് തന്നെ അവളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇതൊക്കെ എടുത്തിട്ട് ബെഡിൽ സെറ്റ് ചെയ്ത് വെക്കാമെന്ന്. അപ്പം അങ്ങനെ ബെഡിലുള്ള ഓരോ സാധനങ്ങൾ മാറ്റിയിട്ട് നമ്മൾ ബെഡിലേക്ക് ഇത് സെറ്റ് ചെയ്യാനാണ്. അങ്ങനെ എല്ലാം സെറ്റായി നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് സീരീസ് ലൈറ്റ് ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ ടാബിൽ റംദാൻ സീരീസിന് പറ്റിയ ഫോട്ടോ നോക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സജിനി കിയാനൂട്ടിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, ഞാൻ വന്ന ടൈമിൽ അവൻ ഉറങ്ങണമായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് അവൾ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മൊമോസ്, അതുപോലെ തന്നെ ലോഡഡ് ഫ്രൈസ്, കട്ട്ലേറ്റ്, പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ടാബിലില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ റംദാൻ സീരീസിന് വേണ്ടിയിട്ട് ഫോട്ടോസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് ഓണായിട്ടുണ്ടായില്ല എന്ന്. വീട്ടിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ട് അത്. അപ്പോൾ ഇതാണ് അവൾ ഉണ്ടാക്കിയ ലോഡഡ് ഫ്രൈസ്. നല്ലതായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അവളെ ഉണ്ടാക്കിയ ലോഡഡ് ഫ്രൈസിന് അവൾ തന്നെ നല്ലൊരു റിവ്യൂ പറഞ്ഞു കേട്ടോ. പിന്നെ സിയോണക്കാണെങ്കിൽ ലോഡഡ് ഫ്രൈസ് അവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് കിട്ടിക്കാൻ അവൾക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ മൊമോസും കട്ട്ലേറ്റൊക്കെ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഈ സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു എഗ്ഗ് വെച്ചിട്ടുള്ള ഫീലിങ്സ് ഒക്കെ എന്തായാലും കൊള്ളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ കിയാനൂട്ടൻ അവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഞങ്ങളിവിടെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഉമ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നെയ്ച്ചോറും ബീഫ് കറിയും റെഡിയായിരുന്നിട്ട്. അങ്ങനെ താ നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ സാലഡും പിന്നെ കട്ടിപ്പരിപ്പും കൂടെ കൂട്ടി നമ്മൾ കഴിച്ചു കേട്ടോ. എന്തായാലും കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേറൊരു വീഡിയോ കാണാവേ. അപ്പോൾ ഓക്കെ, ബൈ.